അപ്പം ഞങ്ങൾ ഇവിടെ മറ്റേ രാമേശ്വരത്തുള്ള മാൻ പാർക്ക് റെസിഡൻസി എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിൽ ചെക്കൗട്ട് ചെയ്യാൻ പോവാം. ബാംഗ്ലൂർക്കാണ് ഇന്നത്തെ യാത്ര. ഒരു നീണ്ട യാത്രയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ദാറ്റ്? വിച്ച് വൺ ഇസ് ടർക്കി? then that one? ഇവിടെ എന്താ കിണറാണത്? കിണറാണ്. എന്തായാലും നമുക്ക് ആ നീണ്ട യാത്ര തുടങ്ങാം. അമ്പലം വഴി മെയിൻ റോഡിലേക്ക് കയറാൻ പറ്റില്ല, അത് വൺ വേ ആയതുകൊണ്ട് വേറെ വഴി കൂടെ പോകണം. അപ്പോൾ രാമേശ്വരത്തിൽ ഏതൊരു ഊരിൽ കൂടെ ഇങ്ങനെ കറങ്ങി മെയിൻ റോഡിലേക്ക് കയറാൻ നോക്കാം. നേരെ മുന്നിൽ രാമേശ്വരത്ത് ഹൈറ്റുള്ള ടെലിവിഷൻ ടവർ കാണാൻ സാധിക്കും. പോകുന്ന വഴിയിൽ മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ മെമ്മോറിയൽ കാണാൻ സാധിക്കും. നിങ്ങൾക്കറിയാമായിരിക്കില്ല, ഇന്ത്യയിലത്തെ 11ാമത്തെ പ്രസിഡൻ്റായ അദ്ദേഹത്തിൻ്റെ നാടാണ് രാമേശ്വരം. കഴിഞ്ഞ വീഡിയോയിൽ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ വീടും കണ്ട്. രാമേശ്വരം ടൗണിലാണ് ഉള്ളത്. അപ്പോൾ ഈ മെമ്മോറിയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ DRDO ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനാണ് ഈ ഒരു മെമ്മോറിയൽ ഡിസൈൻ ചെയ്തത്, കൺസ്ട്രക്ട് ചെയ്തത്. അബ്ദുൽ കലാമിൻ്റെ ട്രിബ്യൂട്ടിനും കൾച്ചറൽ ഹെറിറ്റേജും ഇന്ത്യയിലത്തെ എത്നിക് ഡൈവേഴ്സിറ്റിയും ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെമ്മോറിയൽ പണിത്. 2015 ജൂലൈ 27 കലാം അന്തരിച്ചു. ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഷിലോങ്ങിൽ ക്രിയേറ്റിംഗ് എ ലിവബിൾ പ്ലാനറ്റ് എർത്ത് എന്ന വിഷയത്തിൽ ലെക്ചർ നടത്താനാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം ഷിലോങ്ങിലേക്ക് പോയത്. ലെക്ചർ 4000 വാക്കുകൾ ഉള്ളതായിരിക്കണം. എന്നാൽ ആദ്യ 2 വചനങ്ങൾ സംസാരിച്ചതിനു ശേഷം അബ്ദുൽ കലാം കുഴഞ്ഞു വീഴുകയും പെട്ടെന്നുള്ള കാർഡിയക് അറസ്റ്റ് മൂലം അദ്ദേഹം മരിച്ചതായി പിന്നീട് ഹോസ്പിറ്റലിൽ കൺഫേമും ചെയ്തു. കലാമിൻ്റെ മൃതദേഹം ഷിലോങ്ങിൽ നിന്ന് ഇന്ത്യൻ എയർഫോഴ്സ് ഹെലികോപ്റ്ററിൽ ഗുവാഹട്ടിയിലെത്തി. അവിടെ നിന്ന് ജൂലൈ 28 രാവിലെ ഡൽഹിയിലേക്ക് പറന്നു. ഡൽഹിയിലെ രാജ്ഘട്ടിൽ കലാമിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടത്താനും അവിടെ ഒരു മെമ്മോറിയൽ പണിയാനും ഇന്ത്യൻ ഗവൺമെൻറ് നിർദ്ദേശിച്ചു. കലാമിൻ്റെ കുടുംബം എതിർത്തു. കലാമിന് അദ്ദേഹത്തിൻ്റെ ജന്മനാടായ രാമേശ്വരത്ത് സംസ്കരിക്കാൻ ആഗ്രഹിച്ചതിനാൽ കുടുംബത്തിൻ്റെ ആഗ്രഹങ്ങൾക്കൊപ്പം പോകാൻ ഇന്ത്യൻ ഗവൺമെൻറ് സമ്മതിച്ചു. പിന്നീട് അതേ വർഷത്തിൽ കലാമിൻ്റെ ബർത്ത് ഡേറ്റിൽ ഇവിടെ രാമേശ്വരത്ത് ഈ കാണുന്ന മെമ്മോറിയലിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങി. 2017 ജൂലൈ 27 കലാമിൻ്റെ 2ാം ഡെത്ത് ആനിവേഴ്സറി അനുബന്ധിച്ച് ഈ മെമ്മോറിയൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനാഗ്രേഷൻ ചെയ്തു. മെയിൻ റോഡിന് ഡീവിയേറ്റ് ഒരു ഊരുവഴിയിലേക്ക് കയറി. ഞങ്ങളിപ്പം വെലുണ്ടി തീർത്ഥം എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഒരു മിസ്റ്റീരിയസ് കിണറൊക്കെ ഉള്ള സ്ഥലമാണത്, കടലിൽ കിണർ. എന്തായാലും നമുക്ക് പോവാം. രാമേശ്വരത്ത് അടുത്തുള്ള ഒരു ഡെസ്റ്റിനേഷനാണ് വെല്ലുണ്ടി തീർത്ഥം. വെല്ലുണ്ടി തീർത്ഥം ഒന്നുമല്ല, അത് ഇവിടെ ഈ ഒരു സീ വാക്ക് ഉണ്ട്. സീ വാക്കിൽ ഒരു കിണർ കാണാൻ പറ്റും അങ്ങേയറ്റം. ആ കിണറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കടലിൻ്റെ തൊട്ടടുത്താണെങ്കിലും നോക്ക്, കടലിൻ്റെ തൊട്ടടുത്താണെങ്കിലും നല്ല ഫ്രഷ് വെള്ളം ആ കിണറിലുള്ളത്. അപ്പോൾ അതൊരു അത്ഭുതമല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു സീ വാക്ക് കാണാൻ പോകാം. അതിനുമുമ്പ് ഇതിനെക്കുറിച്ച് ഒരു ഹിസ്റ്ററി ഇവിടെ എഴുതിയിട്ടുണ്ട്. ലോർഡ് രാമ മേഡ് ദിസ് തീർത്ഥം ടു ക്വെൻസ് ദ തേഴ്സ്റ്റ് ഓഫ് സീത ബൈ ഡിപ്പിംഗ് ദ ബോ ഇൻ ടു ദ സീ വാട്ടർ. അങ്ങനെയാണ് ഈ തീർത്ഥത്തിന് വെല്ലുണ്ടി തീർത്ഥത്തിന് പേര് വന്നത്. ഇവിടെ ഒരു അമ്പലമുണ്ട്. എന്തായാലും ഇതിൻ്റെ മേലേക്ക് കയറാം. ആ കാണാണ് കേട്ടോ കിണർ. ഇവിടെ ജീവിക്കുന്ന ആൾക്കാർ ഇവിടെ നിന്ന് വെള്ളം എടുക്കാറുണ്ട്. ഫ്രഷ് വെള്ളം എന്ന് പറയുകയാണെങ്കിലും കുറച്ച് ഉപ്പ് ചുവയൊക്കെ ഉണ്ട്.
അങ്ങനെ വില്ലുണ്ടി തീർത്തൊക്കെ കണ്ട് തിരിച്ച് മെയിൻ റോഡിലേക്ക് കയറിയിരിക്കുകയാണ്. അങ്ങനെ തന്നെ ഞങ്ങൾ പാമ്പൻ പാലത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. കുറച്ച് അങ്ങോട്ട് പോയിട്ട് നമുക്ക് പാലത്തേക്കൂടെ നടക്കാം. അങ്ങനെ ഇന്ത്യയിലത്തെ ആദ്യത്തെ സീ ബ്രിഡ്ജായ പാമ്പൻ പാലത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. പാലത്തിലേക്ക് കയറുന്നതിന് അവിടെ റോഡിന് രണ്ട് സൈഡിൽ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അങ്ങ് ദൂരെ പാമ്പൻ റെയിൽവേ പാലം കാണാൻ സാധിക്കും. പഴയതിൻ്റെ കൂടെ പുതിയതും പണിതുകൊണ്ടിരിക്കുക. കുറേ പേര് പാലത്തിൽ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഒപ്പം ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ശരിക്കും പറഞ്ഞാൽ റോഡ് പാലം ഇപ്പോഴാണ് വന്നത്. പണ്ട് റെയിൽവേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. റെയിൽവേ ലൈൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രാമേശ്വരം ഐലാൻഡ് തമ്മിൽ ബന്ധിപ്പിക്കാൻ. എന്തായാലും നമുക്ക് മുന്നോട്ട് നടക്കാം. ഈ റോഡ് ബ്രിഡ്ജിൻ്റെ ഹാൻഡ് റെയിലിംഗ് ഒക്കെ മൊത്തം പെയിൻ്റ് അടിച്ച് കുട്ടപ്പനൊക്കെ വെച്ചിട്ടുണ്ട്. കുറേ മീൻ പിടിക്കുന്ന ബോട്ടുകൾ കാണാൻ പറ്റും. അന്ന് രാമേശ്വരത്തേക്ക് രാത്രിയിൽ വന്നപ്പോൾ മിന്നുന്ന ലൈറ്റുകളൊക്കെ ബോട്ടിൻ്റെ വന്നുകൊണ്ടിരുന്നത്. കടലിൻ്റെ മുകളിൽ കൂടെയുള്ള ആദ്യത്തെ പാലമാണ് ഇത്, പാമ്പൻ ബ്രിഡ്ജ്. ഇവിടെ താഴെ മീൻപിടുത്തക്കാരുടെ ഒരു ഊര് കാണാം. ഒക്കെ എല്ലാം ഷീറ്റിട്ട് വീടുകളാണ് ഇതൊക്കെ. പിന്നെ അത് മീനൊക്കെ ഉണക്കാൻ വെച്ചേക്കണുണ്ടോ. പഴയതിന് പകരമായിട്ട് പുതിയ റെയിൽവേ ട്രാക്ക് പണിയാണ്. നോക്ക്, രാമേശ്വരം എന്ന് പറയുന്ന ഈ ഒരു ഐലൻഡും ഇന്ത്യൻ മെയിൻലാൻഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആകെയുള്ള രണ്ട് മാർഗമാണ് റെയിൽവേ പിന്നെ റോഡ് വേ. ഇന്ത്യൻ മെയിൻലാൻഡിലുള്ള മണ്ഡപം ടൗണും പാമ്പൻ ഐലൻഡിലെ രാമേശ്വരം തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് പാമ്പൻ പാലം. 1914 ഫെബ്രുവരി 24 തുറന്ന ഇന്ത്യയിലത്തെ ആദ്യത്തെ കടൽപ്പാലം. 2010 ബാന്ദ്രവള്ളി സീ ലിങ്ക് തുറക്കണ വരെ ഇന്ത്യയിലത്തെ ലോങ്ങസ്റ്റ് കടൽപ്പാലമായിരുന്നു. റെയിൽ ബ്രിഡ്ജിന് പാരലായിട്ട് കൺസ്ട്രക്ട് ചെയ്ത റോഡ് ബ്രിഡ്ജ് അത് പണിതത് 1988
പഴയ റെയിൽവേ ബ്രിഡ്ജിൽ ഡബിൾ ലീഫ് ബാസ്ക്യൂ സെക്ഷൻ ഉണ്ട്. അതിൽ സെഷറിന് പറഞ്ഞ റോളിംഗ് ടൈപ്പ് ലിഫ്റ്റ് സ്പാൻ ഉണ്ട്. അത് ഉപയോഗിച്ചിട്ടാണ് കപ്പൽ കടത്തിവിടാൻ വേണ്ടി പൊക്കെ താത്തൊക്കെ ചെയ്യുന്നത്. ആ ബ്രിഡ്ജിൻ്റെ 2 ലീവ്സ് മാനുവലി ലിവർ ഉപയോഗിച്ചിട്ടാണ് തുറക്കുന്നത്. പുതിയതായിട്ട് വരുന്ന റെയിൽ പാലത്തിന് വെർട്ടിക്കൽ ടൈപ്പ് ബ്രിഡ്ജാണുള്ളത്. എന്താ വെച്ചാൽ കപ്പലൊക്കെ വരുമ്പം അത് പൊങ്ങിയിട്ട് കപ്പൽ പോയിങ്ങനെ താത്തത്. മറ്റേ പഴയത് ലീഫ് ടൈപ്പാണുള്ളത്. പുതിയ ഡുവൽ ട്രാക്ക് ബ്രിഡ്ജ് ഓട്ടോമോട്ടീവ് മൂഡായിട്ടാണ് പണിയണത്. (1964) ധനുഷ്കോടി അപകടത്തിൻ്റെ അതേ സമയത്ത് തന്നെ പാമ്പൻ പാലത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന പാമ്പൻ ധനുഷ്കോടി പാസഞ്ചർ ട്രെയിനിന് അപകടം സംഭവിച്ചു. ഒരു വലിയ തിര അങ്ങനെ വന്ന് ട്രെയിനിനെ ട്രാക്കിൽ നിന്ന് എടുത്ത് മറിച്ചു വിട്ടു. 200-ലധികം യാത്രക്കാരെ കൊല്ലപ്പെട്ടു. അപ്പോൾ അപകടത്തിന് ശേഷം 2007 ഓഗസ്റ്റ് 12 ഈ ട്രാക്കിൻ്റെ ബ്രോഡ് ഗേജ് വർക്കുകളൊക്കെ നടത്തി. പാലത്തിൻ്റെ ഇപ്പുറത്തെ സൈഡ് ഒരു ഫിഷിംഗ് ഹാർബറാണ്. അത് നോക്ക്, എന്തോരം മീൻ പിടിക്കുന്ന ബോട്ടുകളാണ് നോക്ക്. എന്ത് ഭംഗിയാണല്ലേ. ഇപ്പം ഞങ്ങൾ ഈ പാലം ഇറങ്ങിക്കൊണ്ടിരിക്കുക. നോക്കി, ഫ്രെയിമിൽ റോഡിൻ്റെ പാലം കാണാൻ സാധിക്കും, പഴയ റെയിൽവേ പാലം കാണാൻ സാധിക്കും, പണിതുകൊണ്ടിരിക്കുന്ന പുതിയ റെയിൽവേ പാലം കാണാൻ സാധിക്കും. നോക്ക്, ഈ മൂന്നും കടലിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. ഏകദേശം 2 കിലോമീറ്റർ പാലത്തിന് അങ്ങേറ്റം വരെ ഇങ്ങേറ്റം വരെ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ പാലത്തിൻ്റെ ഈ ഒരു അറ്റം എത്താറായി. ഇപ്പോൾ സമയം 4:15. 3:30 നടപ്പ് തുടങ്ങിയതാണ്. എന്ത് കിടിലൻ ആർക്കിടെക്ചറാണല്ലേ. ഇന്ത്യയിലത്തെ കിടിലൻ ഇൻഫ്രാസ്ട്രക്ചറാണിത്. അങ്ങനെ അവസാനം ഇപ്പുറത്തെ കരയിലെത്തി. നടന്ന് മടുത്ത്. ഇവിടെ നിന്നാണ് കേട്ടോ അതിമനോഹരമായിട്ടുള്ള ഈ ഒരു റെയിൽ ബ്രിഡ്ജ് തുടങ്ങണേ, പാമ്പൻ ബ്രിഡ്ജ്. നോക്ക്, നമ്മുടെ വണ്ടി ഇങ്ങേറ്റം പാർക്ക് ചെയ്തു പാലത്തിൻ്റെ. എന്തായാലും നമുക്ക് വണ്ടിക്കകത്ത് കയറിയിട്ട് യാത്ര കണ്ടിട്ടില്ല.
ഇപ്പോൾ രാത്രി 9 മണിയായി. രാത്രിയിലത്തെ ഡിന്നർ കഴിക്കാൻ വേണ്ടി ഡിണ്ടിഗലിലെ തലപ്പാക്കട്ടി ബിരിയാണിയുടെ അവിടെ എത്തി. രാത്രിയിലത്തെ ഡിന്നർ ഡിണ്ടിഗലിലെ തലപ്പാക്കട്ടി ബിരിയാണിയാണ്. ഞങ്ങളിപ്പോൾ ഡിണ്ടിഗലിൽ സ്റ്റേ ചെയ്യാൻ പോവാണ്. എന്നിട്ട് നാളെ രാവിലെ ബാംഗ്ലൂർക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുക. എന്തായാലും ഈ വീഡിയോ ഞാൻ അവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഡിണ്ടിഗൽ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നന്നായിട്ട് ഉറങ്ങിയിട്ട് നാളെ രാവിലെ യാത്ര തുടരാം. എന്തായാലും നാളെ ഞങ്ങളിനി നേരെ ബാംഗ്ലൂർക്കാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. ഈ വീഡിയോയുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരെ ബൈ.